കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ ക്ഷേത്രം ഉപദേശക സമിതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിപ്ലവഗാനം പാടിയത് ലാഘവത്തോടെ കാണാനാകില്ല. ഗാനമേളയ്ക്ക് എത്ര തുക ചെലവഴിച്ചുവെന്നും എങ്ങനെയാണ് പിരിച്ചതെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, ആ വിഷയത്തിൽ ക്ഷേത്രം ഭരണസമിതി കോടതിയിൽ പറയുന്നത് എന്താണ്? ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിച്ചപ്പോൾ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് വികാസിന് രൂക്ഷ വിമർശനമുണ്ടായി. എന്തിനാണ് ഈ വിപ്ലവ ഗാനാലാപനം ഈ ക്ഷേത്രത്തിൽ നടത്തിയത് എന്ന ചോദ്യത്തിന് ഓഡിയൻസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് എന്ന് അദ്ദേഹം മറുപടി നൽകി. അമ്പലപ്പറമ്പ് അതിനല്ല എന്നായിരുന്നു കോടതിയുടെ മറുപടി. ഉത്സവം കൂടാനാണ് ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നത് എന്ന് കോടതി പറഞ്ഞു. ഇങ്ങനെ ഗാനം ആലപിച്ചപ്പോൾ തന്നെ നിർത്താൻ തങ്ങൾ ആവശ്യപ്പെട്ടു എന്നായിരുന്നു വികാസ് അപ്പോൾ മറുപടി നൽകിയത്. കേസെടുത്തിരുന്നോ എന്ന് കോടതി ചോദിച്ചു. സ്റ്റേജ് ലൈറ്റ് സംവിധാനങ്ങൾക്ക് എത്ര രൂപ ചിലവഴിച്ചു എന്ന് ചോദ്യമുണ്ടായി. സ്പോൺസർഷിപ്പ് ആയിരുന്നു അതിന് ഉണ്ടായത് എന്ന് വികാസ് പറഞ്ഞു. പുറമേ നിന്ന് പണം സ്വീകരിക്കാൻ ക്ഷേത്രോപദേശക സമിതി അനുവദിച്ചു എന്ന് കോടതി വിമർശിച്ചു. ക്ഷേത്രോപദേശ സമിതി അധ്യക്ഷൻ ഭാരവാഹിയായ വ്യാപാരി വ്യവസായി ഏരിയ കമ്മിറ്റിയാണ് സ്പോൺസർ ചെയ്തത് എന്ന് പരാതിക്കാരൻ ഇതിനിടയിൽ കയറി പറഞ്ഞു. സ്പോൺസർഷിപ്പ് അംഗീകരിക്കാനാകില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എല്ലാവരും ചേർന്നുള്ള കമ്മിറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നും ചൂണ്ടിക്കാട്ടി. ഇതിൽ കേസ് എടുത്തോ ഇല്ലയോ എന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അതായത് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ SHO മറുപടി നൽകാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പ്രസിഡന്റ് ആകാൻ 19 കേസിൽ പ്രതിയായ ആളുടെ അപേക്ഷ ബോർഡ് എങ്ങനെ സ്വീകരിച്ചു എന്നുള്ള കാര്യം ബോർഡും അറിയിക്കണം എന്ന് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് പാട്ട് പാടണം എന്നുള്ളത് കലാകാരന്റെ അവകാശമാണ്. പക്ഷേ പാട്ടിനൊപ്പം LED വാൾ കാണിച്ച കൊടിയും ചിഹ്നവും കാണിച്ച തെറ്റാണ് എന്നടക്കമുള്ളതായിരുന്നു നേരത്തെ ഭരണസമിതിയുടെ നിലപാട്. മാത്രമല്ല ഇത് വ്യാപാരി വ്യവസായ സമിതിയാണ് ആലോചനയുടെ പരിപാടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തങ്ങൾ ഈ വിഷയത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉത്സവ കമ്മിറ്റി ഉപദേശക സമിതി ഒന്നും കാര്യത്തിൽ ഇടപെടാറില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഉപദേശക സമിതി ക്ഷേത്ര കമ്മിറ്റി നേരത്തെ പുറത്തു പറഞ്ഞിരുന്നത്. ശ്രീകാന്ത്, അപ്പോൾ ഇതടക്കം കോടതിയിൽ വാദമായി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? തീർച്ചയായും അതവർ മുന്നോട്ട് വെച്ചപ്പോഴാണ് കോടതി പറഞ്ഞത് വിപ്ലവഗാനം പാടിയത് ലാഘവത്തോടെ കാണാനാകില്ല എന്ന് കോടതി പറഞ്ഞു. അമ്പലപ്പറമ്പിൽ ഇത് അനുവദിക്കാനാവാത്തതാണ്. പോലീസ് കേസെടുക്കേണ്ടതായിരുന്നു. സ്റ്റേജിന് മുന്നിൽ കുപ്പിയും മറ്റും പൊക്കിപ്പിടിച്ച് യുവാക്കൾ നൃത്തം വെച്ചു. ഇവരെ വിശ്വാസികളെന്ന് വിളിക്കാനാകുമോ? പ്രസിഡന്റ് ആകാൻ 19 കേസുള്ളയാളുടെ അപേക്ഷ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് പരിഗണിച്ചത് ഇത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാനമേളയ്ക്ക് എത്ര തുക ചെലവഴിച്ചു എന്ന് പറയണം. എങ്ങനെയാണ് പിരിച്ചത് എന്ന് അറിയിക്കണം എന്നും കോടതി പറഞ്ഞു. തുടർന്നാണ് ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റ് തങ്ങളല്ല ഗാനം ആലപിക്കാൻ പറഞ്ഞതെന്നും ഓഡിയൻസ് പറഞ്ഞതനുസരിച്ചാണ് ഈ ഗാനം ആലപിച്ചത് എന്നും പറഞ്ഞത്. അവർ ആ രീതിയിൽ പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിവാകാൻ നോക്കിയിരുന്നു. പക്ഷേ കോടതി വിട്ടില്ല. കോടതി ശക്തമായ രൂക്ഷമായ വിമർശനം ഇപ്പോൾ നടത്തിയിരിക്കുന്നു. 12:30 ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, എസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ചെലവഴിച്ച തുക എത്രയാണ്, അതെങ്ങനെ പിരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ കോടതി അറിയിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിപ്ലവഗാനത്തെ അത്ര ലഘൂകരിച്ച് കോടതി എടുക്കുന്നില്ല.